ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഒരു വീഡിയോ ആക്കണം എന്ന് വിചാരിച്ച് ചെയ്തല്ല കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു DIY ഫേഷ്യൽ ചെയ്തിട്ട്. അപ്പോൾ എനിക്കായിട്ട് ഞാൻ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാണ്, അതായത് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്ലെൻസർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിന് പകരമായിട്ട് വേണമെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്. ഹണി നല്ലൊരു ഹ്യൂമക്റ്റൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് അലോവേറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അലോവേറയുടെ ജെല്ല് പ്ലമ്മിൻ്റെ ആട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വീട്ടിലുള്ള അലോവേറ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതാണെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാണ് കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് ബീറ്റർ ഇല്ല, അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കോഫി ബീറ്റർ വെച്ചിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് ഇത് കിട്ടും. ശരിക്കും നമ്മൾ ഇടുന്ന കോഫി സിറമൊക്കെ ഇല്ലേ, അതേപോലെ കാണുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു കോഫി സിറം പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. എംകഫേൻ്റെ കോഫി സിറം ഇല്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ ഫേസിൽ ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജെൻ്റലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ ചുണ്ടിൻ്റെ സൈഡിലും എവിടെയൊക്കെയാണ് എനിക്ക് ചെറിയ ചെറിയ ഇങ്ങനെ തരിതരിപ്പ് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ അത്രയൊക്കെ മാത്രം മസാജ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് മസാജ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ആക്നീസ് ഉള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആക്നി ഉള്ള ഭാഗത്ത് ഒത്തിരി നേരിട്ട് മസാജ് ചെയ്യരുത്. അങ്ങനെ മസാജ് ചെയ്യുമ്പോഴേക്കും അവിടെ സ്റ്റിമുലേറ്റ് ആകുമ്പോൾ പിന്നെയും ഒന്നുകൂടി ആക്നീസ് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ കവളിൽ ജസ്റ്റ് ഇങ്ങനെ തലോടി മാത്രമേ പോകണുള്ളൂ. ഫുള്ളായിട്ട് ഇങ്ങനെ മസാജ് അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. അത് പിറകിക്കൂടെ മുസ് പോകുന്നു കേട്ടോ. മുസ് എന്ത് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് മീശയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഹെയർ ഗ്രോത്ത് ആണ്. ഞാനൊരു ശരിക്കും ഒരു കരടിക്കുട്ടിയാണ്. ഭയങ്കര എനിക്ക് ഹെയർ ഗ്രോത്ത്, എല്ലായിടത്തും ഹെയർ ഉണ്ട്. അപ്പോൾ ഞാൻ മീശ മേളിലിങ്ങനെ ഷേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ താടിയുടെ അവിടെ ഷേവ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ കവളിൽ എനിക്ക് ഫേസിലൊക്കെ നല്ലോണം ചെറിയ ചെറിയ രോമങ്ങളുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള രോമങ്ങളാണ്. പക്ഷേ നല്ല ഞാൻ ഫേസിൽ അങ്ങനെ കളയാറില്ല. ഫസ്റ്റ് റീസൺ കളയുമ്പോൾ തന്നെ എനിക്ക് കുരു വരും. എനിക്ക് പെട്ടെന്ന് ആക്നീസ് വരുന്ന സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുരു വരും. ആകെപ്പാടെ ഒരു തവണ മാത്രം ഞാനിങ്ങനെ ഐസ് റോളർ വെച്ചിട്ട് ഐസ് യൂസ് ചെയ്തതിന് ശേഷം ഷേവ് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ആക്നി വരാതിരുന്നിട്ടുള്ളത് ഫേസിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മളൊരു ഫേസ് പാക്കാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു മുലേത്തിയുടെ പൗഡറാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതായിട്ടുള്ളൊരു പൗഡറാണ്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പാൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുണ്ടെന്നല്ല, എനിക്ക് ആ ടൈമിൽ എനിക്ക് കുറച്ച് മോയ്സ്ചർ വേണം തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യാം, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം. അങ്ങനെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു വെള്ളം കൺസിസ്റ്റൻസിയിലോട്ടാണ് ഈ ഒരു സംഭവം വേണ്ടത്. ആക്ച്വലി പാക്ക് എന്ന് പറയുന്നതിനെക്കാട്ടിലും സ്ക്രബ് എന്ന് പറയാം. ഒരു മൈൽഡ് എക്സ്ഫോലിയേഷൻ തരണ പോലത്തെ ഒരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫേസിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ലോണം ഫേസ് ആകെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും ചെറിയൊരിത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് വന്ന പനിയുടെ ചുമ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഭയങ്കര ആ ഒരു ശബ്ദത്തിന് അതുകൊണ്ടൊരു ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഫേസിലിട്ടിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ഫിസിക്കൽ സ്ക്രബ് പോലെ യൂസ് ചെയ്യാം. വളരെ മൈൽഡായിട്ടുള്ള, ഭയങ്കര ഹാർഷായിട്ടുള്ള എക്സ്ഫോലിയേഷൻ അല്ല, വളരെ മൈൽഡായിട്ടുള്ള എക്സ്ഫോലിയേഷൻ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസിൽ ഭയങ്കര എന്താ പറയുക, നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കണ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഇത് മാത്രമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഫുൾ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് മാത്രം ചെയ്താൽ മതി. ഫുൾ സ്റ്റെപ്പ് നിങ്ങൾ വീക്ക്ലിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്ലി വൺസ് മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഈ ഒരു സ്ക്രബ് ഇട്ട് ഫേസ് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിക്കൂടെ തന്നെ ഞാൻ സ്റ്റീമും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റീമിൻ്റെ കാര്യം കാണിക്കാൻ മറന്നു തോന്നുന്നല്ലേ. നമ്മൾ പനി വരുന്ന ടൈമിൽ സ്റ്റീം കൊടുക്കില്ല, ആ സ്റ്റീമറാട്ടോ ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏത് സ്റ്റീമർ ഉണ്ടെങ്കിലും ഇതെടുക്കാം. പിന്നെ ഈ ടൈമിൽ എനിക്ക് കുറച്ച് തലവേദനയായിട്ടിരിക്കുക. അപ്പോൾ സ്റ്റീം കൊള്ളുമ്പോൾ നല്ല സുഖമായിരുന്നു. എനിക്ക് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറയില്ലേ സ്റ്റീം ചെയ്യണം അത്ര സ്കിന്ന് നല്ലതല്ല. ചില ഡോക്ടേഴ്സ് കേട്ടോ, എല്ലാവരും അല്ല, ചില ഡോക്ടേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീം കുറേ നാൾ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പനി വന്നപ്പോൾ അടുപ്പിച്ച് സ്റ്റീം ചെയ്തപ്പോൾ എനിക്ക് സ്കിന്നിൽ ആ ഒരു വ്യത്യാസം അറിയണേ. ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് സ്കിന്നിന് ആ ഒരു ഭയങ്കര രസം ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് പറയണേ.
അപ്പോൾ ഞാനിത് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റീം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വെളിയിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ പണ്ട് പഠിക്കാൻ പോയിരുന്ന ടൈമിൽ അവിടെ ഫേഷ്യൽ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണ് ചെയ്യണ്ടായിരുന്നത്, സ്റ്റീം കൊടുത്തുകൊണ്ട്. നല്ല എല്ലായിടത്തും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തേ, ഫേസിലിട്ടിട്ട് സ്റ്റീമും കൂടി കൊടുത്ത് നല്ലോണം മസാജ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ തരിപ്പ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വെളിയിലോട്ട് പോപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റീം ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീം കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര നമുക്ക് ചൂടെടുത്ത് പൊള്ളണ പോലത്തെ സ്റ്റീമല്ല വരേണ്ടത്. നൈസായിട്ട് ഇങ്ങനെ ആ ഒരു പുക കൊണ്ട് നമ്മുടെ ഫേസിലെ പോൾസ് ഓപ്പൺ ആകും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ പാട് വരരുത്. സ്പെഷ്യലി മൂക്കിൻ്റെ അവിടേക്ക് ഇത് വെച്ച് അറിയില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം ആവി കൊള്ളാം, നല്ലതായിട്ട് ആവി കൊള്ളണം. ആവി നല്ലോണം എടുത്തതിന് ശേഷം ഈ സാധനം വെച്ച് ചെറുതായിട്ട് തട്ടുക, അതായത് ചെറിയ മാത്രം പ്രഷർ കൊടുക്കുക. ഒരുപാട് നമ്മളിങ്ങനെ ആവി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വെളിയിലോട്ട് വരും. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കാതെ ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വരും. അപ്പോൾ വളരെ കുറവ് പ്രഷർ കൊടുക്കുക, കുറച്ച് അധികം ആവി കൊണ്ടിട്ട് മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരിയായിട്ട് കുത്തി വലിച്ച് എടുക്കരുത്. പാട് വന്നു കഴിഞ്ഞാൽ പോകാൻ വലിയ പാടാണ് മൂക്കിലുള്ളത്. പിന്നെ ഇനി അതിന് ശേഷം ഞാൻ ഐബ്രോസ് എടുക്കുകയാണ്. ഞാൻ ത്രെഡ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തൊട്ടടുത്ത ദിവസം വേറൊരു പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ വെച്ച് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ട്വീസർ പുതിയതായിട്ട് വന്നേ, അപ്പോൾ അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്. ഇത് ഗപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള ട്വീസറാട്ടോ. ഇത് അടിപൊളിയാട്ടോ. ഞാൻ എൻ്റെ ഐബ്രോസ് ഫുൾ എടുത്തു. മാഗ്നിഫൈങ് ആയിട്ടുള്ള ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നല്ലോണം എടുക്കാം. എനിക്കിങ്ങനെ ശരിക്കും ഐബ്രോസ് എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണോ അതേപോലത്തെ റിസൾട്ട് ഈ സാധനം വെച്ച് എടുക്കുമ്പോൾ. പക്ഷേ ട്വീസർ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ നമ്മൾ വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വേദന ഉണ്ടാവും. പക്ഷെ അത് വേദന എടുക്കാതെ എങ്ങനെ ചെയ്യാമെന്നറിയോ, നമ്മൾ ട്വീസർ വെച്ചിട്ട് ഈ ഹെയർ ഏത് ഡയറക്ഷനിലോട്ടാണോ ഹെയർ വളർന്നിരിക്കണേ നോക്കാം. എന്നിട്ട് വളർന്നിരിക്കേണ്ട ഡയറക്ഷനിലോട്ട് തന്നെ പെട്ടെന്ന് വലിക്കുക. അതായത് സമയം കൊടുക്കരുത് വേദന നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. ടക്ക് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ അത് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദന എടുക്കില്ല, ഒട്ടും വേദന എടുക്കില്ല. ഭയങ്കര നമ്മൾ അറിയില്ല അത് വരണ കാര്യം. അതേപോലെ ഇങ്ങനെ സ്പീഡിലെടുക്കണം, ആ ഡയറക്ഷനിലും എടുക്കാം. ഓക്കെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ട്വീസർ വെച്ചതിന് ശേഷം ഞാനൊരു സ്പൂലി വെച്ചിട്ട് എൻ്റെ ഹെയർ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ചെയ്തിട്ട് സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ചെയ്യില്ല, അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുടിക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വളഞ്ഞും പിളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു കേളി ആയിട്ടുള്ളതാണ് എൻ്റെ പുരികം വരെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു ഫേസ് പാക്ക് ഇടാണ്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പേരയ്ക്ക അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പേരയ്ക്ക തൊണ്ടോട് കൂടിയിട്ട് അരച്ചിട്ടുള്ളതാണ്. പേരയ്ക്കയുടെ ഇല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, എൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട് കിട്ടിയതുകൊണ്ടും അതാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ സാൻഡൽവുഡ് ആഡ് ചെയ്യാം, മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യാം, പയർ പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, കടലപ്പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ സ്കിന്നിന് ചേരുന്നതനുസരിച്ച് ഇടാം. മുൾട്ടാണി മിട്ടി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റൻഡ് എഫക്റ്റ് സ്കിന്നിൽ കിട്ടും. കടലപ്പൊടി യൂസ് ചെയ്താലും ഈ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടണേ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിലോട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല കേട്ടോ. ആക്ച്വലി ഒരാളുടെ ഫേസിലിടാൻ വേണ്ടി ഇതൊരു നാല് പേരുടെയെങ്കിലും ഫേസിലിടാനുള്ളതുണ്ട് ഞാൻ എടുത്തേക്കണത്. അതിനുശേഷം ഞാൻ ഇത് ഫേസിൽ നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. ഈ ഒരു ഫേസ് പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. നല്ലൊരു കൂളിംഗ് സെൻസേഷൻ നമ്മുടെ സ്കിന്നിൽ കിട്ടും. നിങ്ങളിങ്ങനെ ഭയങ്കര ഇൻഫ്ലമേഷൻ ആയിട്ട് ഇങ്ങനെ സ്കിന്ന് ഭയങ്കര റെഡ്നെസ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമിലൊക്കെ ഇതിടുവാണെങ്കിൽ നല്ലൊരു കൂളിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഇത് ഞാൻ അതേ ഫേസിൽ ഫുള്ളായിട്ട് നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ ഇങ്ങനെ പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വയ്ക്കുക കേട്ടോ. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇത് പക്ഷേ അത്ര ഡ്രൈ ആവില്ല കേട്ടോ. ഇത് കാരണം ഫ്രൂട്ടിൻ്റെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഡ്രൈ ആവില്ല. പക്ഷെ എന്നാലും ഒത്തിരി ഡ്രൈ ആവുകയാണെങ്കിൽ സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയോ വേണം. ഒരു 10-15-20 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അങ്ങനെ വയ്ക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ പോലെ ഒരു സംഗതി ഇടാണ്. അതായത് ഒരു സിറം പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും ഹണീനെ പോലെ
തന്നെയാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു പ്ലം സോഫ്റ്റ് ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. അത് നമ്മുടെ സ്കിന്നിന് നല്ലതാട്ടോ. നല്ലൊരു എന്താ പറയുക, ഇതിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണതാണ് വിറ്റമിൻ ഇ. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് എടുത്ത് അതിനകത്തുള്ള ഓയിൽ 1-2 ഡ്രോപ്പ് മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഓയിലി എഫക്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം എടുക്കുക. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചാണ് എടുക്കണേ. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു സിറം പോലെ നമ്മൾ ഫേസിലോട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് വേണം ഫേസിനകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ ഒത്തിരി ടാനൊക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.